കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. അതായത് ഇഗ്നോയുടെ മുൻകാല ചോദ്യ പേപ്പറിന്റെ അൾട്ടിമേറ്റ് അനാലിസിസിന്റെ ഒരു സെക്ഷനിലാണിത്. MPC 004, അതായത് ഫസ്റ്റ് ഇയർ MA സൈക്കോളജിയുടെ അഡ്വാൻസ് സോഷ്യൽ സൈക്കോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും ഈ ഒരു സെഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഇയർ MPC 004 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് സോഷ്യൽ സൈക്കോളജി എന്നുള്ളൊരു പേപ്പറാണ്. അപ്പൊ ആ ഒരു പേപ്പറിൽ നമുക്ക് ഇപ്പോൾ ജസ്റ്റ് എക്സാംസ് അപ്രോച്ച് ചെയ്യുന്നുണ്ടാവും നമ്മുടെ TE ഡിസംബറിന്റെ ഭാഗമായിട്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ നമുക്ക് ലിമിറ്റഡ് ഡേയ്സ് കഴിഞ്ഞ് നമുക്ക് എക്സാംസിന് ബാക്കിയുള്ളൂ. അപ്പൊ ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ ഉദ്ദേശം തന്നെ. ആൻഡ് ഓൾസോ ഇതിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ആൻഡ് ഓൾസോ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഗ്നോയില് ചോദിച്ച ബ്ലോക്ക് വൈസ് ആയാലും ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ആയിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഡോക്യുമെന്റിന്റെ ഒരു നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സിലബസ് മാപ്പിംഗ് ആണ്. സിലബസ് മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാവും. യൂണിറ്റ് വൈസ് ആയാലും ടോപ്പിക് വൈസ് ആയാലും ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഏരിയാസിന്റെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ എക്സാം പാറ്റേൺസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, എത്രയൊക്കെ മാർക്ക് വൈസ് ആയിട്ടാണ് സെക്ഷൻ വൈസ് ഡിസ്ട്രിബ്യൂഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്, പേപ്പറിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ വരുന്നത് റെക്കറിംഗ് ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂ ഉണ്ടാവും. അതായത് നമുക്ക് സർട്ടൻ ഏരിയാസ് ചില ബ്ലോക്കിൽ നിന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ അത്തരം ഏരിയാസ് ഏതൊക്കെയാണ് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു തീം മനസ്സിലാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് റെക്കറിംഗ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ റിവ്യൂ നമ്മൾ നടത്തുന്നുണ്ടാവും. അതുപോലെ തന്നെ ടോപ്പിക് പ്രോബബിലിറ്റി ഏറ്റവും കൂടുതൽ ആയിട്ട് വരുന്ന ടോപ്പിക്സിന്റെ ഒരു പ്രോബബിലിറ്റി ചാർട്ടും അതുപോലെ തന്നെ പ്രെഡിക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മളൊരു ചാർട്ട് വൈസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു ഫൈനൽ കൺക്ലൂഷൻ പോലെ ഒരു മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ടാവും. അതായത് ഒരു ഫുൾ ലെങ്ത് ആയിട്ട് നിങ്ങളുടെ എക്സാംസിന്റെ ആ ഒരു പ്രിപ്പറേഷൻ എത്രത്തോളം എത്തി, നിങ്ങൾക്ക് ആ ഒരു ഏരിയാസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങളുടെ സ്പീഡും ഡെപ്തും ആക്യുറസിയും നോളജ് ഒക്കെ മെഷർ ചെയ്യാൻ നമുക്ക് ഈ ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ കൊണ്ട് നമുക്ക് പറ്റുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മോഡൽ എക്സാംസിന്റെ ഇപ്പൊ നമ്മൾ പ്രെഡിക്റ്റീവ് എക്സാംസിന്റെ ഒക്കെ അതിന്റെ ആൻസേഴ്സും കാര്യങ്ങളും മാർക്കിംഗ് സ്കീംസും ഒക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് വൈസ് ആയിട്ടുള്ള ഒരു ലോജിക് ഡെമോൺസ്ട്രേഷൻ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു PYQ അൾട്ടിമേറ്റ് അനാലിസിസ് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീസെന്റ് നമുക്ക് ഉണ്ടായ കുറെ പേപ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഡിസംബറിൽ എക്സാം വരുന്നുണ്ട്, ജൂലൈയിൽ എക്സാം വരുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് അതിലെ സർട്ടൻ ടോപ്പിക്സുകൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ റെക്കറന്റ് ആയിട്ടുള്ള നമ്മളെ ഇപ്പൊ സെക്ഷൻ A സെക്ഷൻ Bയിലൊക്കെ നമുക്ക് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിന്റെ പാറ്റേണും പിന്നെ പുതിയ പുതിയ വരുന്ന ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു PYQ അൾട്ടിമേറ്റ് അനാലിസിസ് നിങ്ങളുടെ മുന്നിലോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വർക്ക് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസിന്റെ എൻഡിലാവുമ്പോഴത്തേക്ക് MPC 004നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സോ ദാറ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് പഠിക്കാനും അതുപോലെ നിങ്ങളുടെ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഹൈ സ്കോറിംഗിലോട്ടേക്ക് നിങ്ങൾ എത്തിക്കാനും ഇത് സഹായിക്കും. ഇനി നമുക്ക് ഫസ്റ്റ് സിലബസ് മാപ്പിംഗിലോട്ടേക്ക് തന്നെ പോവാം. സിലബസ് മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് വൈസ് ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര രീതിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിരിക്കുന്ന സർട്ടൻ ടോപ്പിക്സിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അറിയാം എല്ലാ സബ്ജക്റ്റിന്റെയും ഫസ്റ്റ് ബ്ലോക്കിൽ എന്തായാലും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ യൂണിറ്റ് 1ലുള്ള ഇൻട്രൊഡക്ഷൻ ടു അഡ്വാൻസ് സോഷ്യൽ സൈക്കോളജി എന്നുള്ള ഒരു ടോപ്പിക്കാണ് 35 പ്രാവശ്യമാണ് ചോദിച്ചത്, ഹൈ റിലവൻസ് ആണ്. ആൻഡ് യൂണിറ്റ് 2ലോട്ടേക്ക് വരുന്ന സമയത്ത് സോഷ്യൽ കോഗ്നിഷൻ ആൻഡ് ആട്രിബ്യൂഷൻ എന്നുള്ളത് അതിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ്. 41 ടൈംസിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് 41 ടൈംസ് 35 ടൈംസ് എന്നുള്ള ചോദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് നമ്മളുടെ സെക്ഷൻ എ സെക്ഷൻ ബിയിൽ തന്നെയായിട്ട് സെക്ഷൻ എയിലും സെക്ഷൻ ബിയിലും ഒക്കെ ആയിട്ട് നമുക്ക് ഇൻ ബിറ്റ്വീനിൽ ചോദിച്ചത് കൊണ്ടാണ് ഇത്രയും അപ്പിയറൻസസ്. സോ ദാറ്റ് ജൂലൈ ആൻഡ് ഡിസംബർ സൈക്കിളിൽ തന്നെ നമുക്ക് സെക്ഷൻ എ സെക്ഷൻ ബി സെക്ഷൻ സിയിലൊക്കെ നമുക്ക് വേറെ വേറെ ക്വസ്റ്റ്യൻസ് കാണാം. അപ്പൊ സെക്ഷൻ എയിലും സെക്ഷൻ ബിയിലും സെക്ഷൻ സിയിലും അതേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും ഒരു റിലവൻസ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബ്ലോക്ക് 2 വരുന്ന സമയത്ത് ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ആൻഡ് ചേഞ്ച് എന്നുള്ളത് 9 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതായത് ഒരു മീഡിയം റെലവൻസ് ആണ് ഉണ്ടാവുക. പിന്നെ അതുപോലെ ബ്ലോക്ക് 2 യൂണിറ്റ് 2 കൊടുത്തത് പ്രെജുഡൈസ്, സ്റ്റീരിയോടൈപ്സ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത് 15 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഹൈ റിലവൻസ് ആണ്. ബ്ലോക്ക് 3 വരുന്ന സമയത്ത് യൂണിറ്റ് 1 സോഷ്യൽ ഇൻഫ്ലുവൻസ് ആൻഡ് കോംപ്ലിയൻസ് ആൻഡ് ഒബീഡിയൻസ് എന്നുള്ള ആ ഒരു ടോപ്പിക്ക് 36 പ്രാവശ്യം, അതായത് സെക്ഷൻ എയിലും ബിയിലും സിയിലും ഒക്കെ ആയിട്ട് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ വരുന്നത് ബ്ലോക്ക് 3 തന്നെയുള്ള യൂണിറ്റ് 2 ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള ഒരു ഭാഗമാണ്. അത് 14 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, അതും ഹൈ റിലവൻസ് ആണ്. പിന്നെ വരുന്നത് ബ്ലോക്ക് 4, അതിൽ യൂണിറ്റ് 1 ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ആൻഡ് ക്ലോസ് റിലേഷൻഷിപ്പ് ആണ്. അതും 10 പ്രാവശ്യം വന്നിട്ടുണ്ട്, ഹൈ റിലവൻസ് ആണ്. ബ്ലോക്ക് 4 ആൻഡ് യൂണിറ്റ് 2 ഉള്ളത് പ്രോ സോഷ്യൽ ബിഹേവിയറിസം ആൻഡ് ആൾട്രേസ് ആണ്. അത് 40 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മളുടെ എയിലും ബിയിലും സിയിലും ഒക്കെ ആയിട്ട് സെക്ഷൻ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് 3 സെക്ഷൻസിലാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരും. അപ്പൊ അത് 3ലും റിലവൻസ് ഉള്ള ഏരിയാസ് ആണ് ഇത്രയും ഹൈ ഏരിയാസ് എന്ന് കൊടുത്തതും. അതുപോലെ തന്നെ ഈ 40, 35 എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അപ്പിയറൻസ് ലെവൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇനി ബാർ ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നത് 1ാമത്തെ ബ്ലോക്കിൽ തന്നെയാണ്. അതിനുശേഷം ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 4 ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ് എക്സാംസിൽ കണ്ടുവന്നിരിക്കുന്നത്. കമ്പയറിംഗ് 1 and 2, കമ്പയറിംഗ് 1, 3 and 4, നമ്മുടെ ഒരു ബ്ലോക്ക് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പിന്നിലാണ്. പക്ഷെ സ്റ്റിൽ അത് നമുക്ക് അങ്ങനെ ടോട്ടലി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ബ്ലോക്ക് അല്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് അതൊന്നും വന്നിട്ടുണ്ട്. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ ബ്ലോക്ക് 1 ഏറ്റവും കൂടുതലും, 3 and 4 സിമിലറും എന്നുള്ള ഒരു പാറ്റേൺ ആണ് റീസെന്റ് ടൈംസിൽ കണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഒരു ഹീറ്റ് മാപ്പിന്റെ ഒരു ബ്ലോക്കിന്റെ യൂണിറ്റ് വൈസ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവുന്നത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ബ്ലോക്ക് 1 തന്നെയാണ്. ബ്ലോക്ക് 1 ഏറ്റവും കൂടുതലായിട്ടുള്ള ആ ഒരു യൂണിറ്റ് 1ലും യൂണിറ്റ് 2ലും ഒക്കെ ഉള്ള ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു ഹീറ്റ് മാപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. ബ്ലോക്ക് 2 വരുന്ന സമയത്ത് certain ഏരിയാസ്, അതായത് അതിലുള്ള 1 and 2 എന്നുള്ള ഏരിയാസ് ഒക്കെ ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കണ്ടിട്ടുള്ളൂ. അതുപോലെ ബ്ലോക്ക് 3 വരുന്ന സമയത്ത് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് യൂണിറ്റ് 1. പിന്നെ യൂണിറ്റ് 2 കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കുറവാണ്. ബ്ലോക്ക് 4 വരുന്ന സമയത്ത് ആദ്യത്തെ യൂണിറ്റിന് ഇമ്പോർട്ടൻസ് കുറവാണ്. ആൻഡ് യൂണിറ്റ് 2 നമുക്ക് ബ്ലോക്ക് 4 കുറച്ചുകൂടെ ഒരു റിലവൻസ് കാണുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് 1 യൂണിറ്റ് 2 അതുപോലെ തന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 2 ആണ്. അതിനുശേഷം ഇമ്പോർട്ടൻസ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 അതുപോലെ തന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 1 ആണ് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ഭയങ്കര ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ്. ഇനി നമുക്കൊരു ഇൻസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ സോഷ്യൽ കൊഗ്നിഷൻ ആൻഡ് ആട്രിബ്യൂഷൻ ആണ്. അതിനുശേഷം പ്രോ സോഷ്യൽ ബിഹേവിയർ ആൻഡ് ആൾട്രേസം. ഇത് ഭയങ്കര രീതിയിൽ നമുക്ക് ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 1, 2, 3 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് തന്നെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പല പല സെക്ഷനിലായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് ഈ ഏരിയാസ് കാണാം. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് എൻഷുർ ചെയ്തിട്ട് പഠിക്കുക, ഈ ഏരിയാസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആണ്. അതായത് ഹെൽത്ത്, എൻവയൺമെന്റ്, ലോ എന്നുള്ള രീതിയിൽ വരുന്നതാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് മാറ്റർ ചെയ്തിരിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൾട്ടിപ്പിൾ സെഷൻസിൽ ഈ ക്വസ്റ്റ്യൻ ടൈപ്സ് വരുന്നുണ്ട്. അതായത് ഷോർട്ട് നോട്ട്സ് ആയിട്ടും ലോങ് ആൻസേഴ്സ് ആയിട്ടും നമുക്ക് 3 മാർക്കിന്റെ ഏരിയാസിലൊക്കെ ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് സെയിം ഇയറിൽ തന്നെ ചോദിച്ച ഇതായിട്ട് കാണുന്നുണ്ട്. സോ ദാറ്റ് നിങ്ങൾ ആ രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് 3ാമത്തെ നമ്മളുടെ ഒരു ഏരിയയിലോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ഒരു കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. നമുക്ക് ടോട്ടലി ഇങ്ങനെ ഏതൊക്കെ ഇപ്പൊ നമ്മൾ സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി എന്നൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ പലതരം ഫോർമാറ്റിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണുന്നുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ആൻസർ, അതായത് എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 10 മാർക്കാണ് നമുക്ക് എസ് ടൈപ്പിൽ ഉണ്ടാവുക. അതായത് 300 മുതൽ 380 വേർഡ്സിൽ നമ്മൾ എഴുതണം. വേർഡ് കൗണ്ട് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒരു നമ്മളുടെ മൈൻഡിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാം. ഒരു 10 മാർക്കിന് നമുക്ക് എത്ര എഴുതണം എന്നുള്ളത്. പിന്നെ ഷോർട്ട് ആൻസേഴ്സ് എന്നുള്ളത് 6 മാർക്കിനാണ് ഉണ്ടാവുക. അതായത് 150 മുതൽ 240 വേർഡ്സ്. ഷോർട്ട് നോട്ട് എന്നുള്ളത് ഭയങ്കര നാരോ ആയിട്ട് 3 മാർക്കിനൊക്കെയാണ് ഉണ്ടാവുക. അതായത് ഒരു ഹാഫ് പേജിന്റെ ഒക്കെ കുറച്ച് എഴുതിയാൽ മതി. 80 to 120 വേർഡ്സ് ആണ് ഉണ്ടാവുക. പിന്നെ ഭയങ്കര റാർലി ആണ് കേസ് സ്റ്റഡി ആൻഡ് ആപ്ലിക്കേഷൻസ് നമുക്ക് അഡ്വാൻസ് സോഷ്യൽ സൈക്കോളജിയിൽ ചോദിച്ചായിട്ട് കണ്ടിരിക്കുന്നത്. ഒക്കേഷണലി അല്ലെങ്കിൽ ഭയങ്കര റാർലി നമുക്ക് വേണമെങ്കിൽ പറയാം 10 മാർക്കിനാണ് ചോദിച്ചതായിട്ട് കണ്ടിരിക്കുന്നത്. 300 to 380 വേർഡ്സ്, അതായത് 10 മാർക്കിനാണ് ചോദിച്ചതായിട്ട് കണ്ടിരിക്കുന്നത്.
ആൻഡ് ക്വസ്റ്റ്യൻ ഫോർമാറ്റിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറച്ചും കൂടെ ഇന്റഗ്രേറ്റഡ് ആയിട്ടും കുറച്ചുകൂടെ സ്ട്രക്ചറും കുറച്ചുകൂടെ ആർഗ്യുമെന്റേറ്റീവ് ഒക്കെ ആയിട്ട് പോകേണ്ടതാണ് നമ്മുടെ ലോങ് എസ്സേ ടൈപ്സ്. അതായത് ഒരു ആക്യുറേറ്റ് ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവാലുവേറ്റേഴ്സ് നോക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഒരു സബ് ആർഗ്യുമെന്റ്സ്, നമ്മളെ സബ് ടോപ്പിക്സുകൾ, നമ്മളുടെ ക്ലാസിക് സ്റ്റഡീസ്, അതിന്റെ ഒരു ഇവാലുവേഷൻ ആയിട്ട് പോകുന്ന രീതിയിലൊക്കെ നമുക്ക് സർട്ടൻ ഏരിയാസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ ആക്കി പോയി ഒരു 10 മാർക്കിനുള്ള ആൻസേഴ്സ് നമ്മൾ എഴുതുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്താം. ഹെഡിങ്സ് ഒക്കെ നമ്മൾ സബ് ഹെഡിങ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുക. പാരഗ്രാഫ് തിരിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ആൻഡ് ഷോർട്ട് ആൻസേഴ്സ് വരുന്ന സമയത്തേക്ക് കുറച്ചുകൂടെ ഒരു പ്രിസൈസ് എന്നുള്ള രീതിയിലാണ് അവർ നോക്കുക. അതായത് നമ്മൾ എസ്സേ ടൈപ്പിന്റെ ഒരു പ്രിസൈസ് ഫോർമാറ്റിലാണ് നമ്മൾ ഷോർട്ട് ആൻസേഴ്സ് എഴുതേണ്ടത്. അതായത് 6 മാർക്കാണുള്ളത്, 180 to 240 വേർഡ്സ് ആണല്ലോ ലിമിറ്റ്. അപ്പൊ ആ ഒരു രീതിക്കാണ് നമ്മുടെ ഷോർട്ട് ആൻസേഴ്സ് രീതി പോകേണ്ടത്. ഡിസ്ക്രിപ്ഷൻസും ഡെഫിനിഷൻസും അതുപോലെ ഡിഫറൻഷിയേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഷോർട്ട് ആൻസേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ഒരു ടൈറ്റ് പാരാഫ്രൈസിംഗ് എന്നുള്ള ഫോർമാറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്ട് ആൻസേഴ്സിന്റെ ഒരു ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് പോവാം. ഷോർട്ട് നോട്ട് ഉള്ളത് ഭയങ്കര ക്രിസ്പായിട്ട് പോകേണ്ട ഒരു കാര്യമാണ്. അതായത് കംപ്ലീറ്റ് ബുള്ളറ്റ് പോയിന്റ്സിലായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര രീതിയിൽ ഒരു ഡെഫിനിഷൻ ആയിട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഭയങ്കര ബ്രീഫ് ആൻഡ് ഷോർട്ട് ആയിരിക്കണം. 3 മാർക്കാണ്. നിങ്ങൾ എത്ര എഴുതി കഴിഞ്ഞാലും 3 മാർക്കേ അതിൽ കിട്ടുള്ളൂ. സോ 80 to 120 വേർഡ്സ് എന്നുള്ള ഒരു ലിമിറ്റ് നിങ്ങളെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഭയങ്കര റയർലി ആണ് നമുക്ക് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡി ഫോർമാറ്റിലെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. 10 മാർക്കിനാണ് വരുന്ന ടൈമിൽ ഉണ്ടാവുക. അതായത് ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങളെടുത്ത് സ്റ്റേറ്റ് ചെയ്യാൻ പറയും, അത് അപ്ലൈ ചെയ്യാൻ പറയും. സ്റ്റെപ്പ് വൈസ് ആയിട്ട് അതിനെ കൺക്ലൂഡ് ചെയ്യാനും അതിന്റെ ഓരോ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റിഫൈ ചെയ്യാനൊക്കെയാണ് നമുക്ക് ആ ഒരു കേസ് സ്റ്റഡിയിൽ പറയുന്നുണ്ടാവാം. പക്ഷെ അത് ഭയങ്കര റയർലി ആണ് കാണുന്നുള്ളൂ. ആദ്യം പറഞ്ഞ ആ ഒരു 3 ഏരിയാസ് ആയിരിക്കും കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നത്. പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഫസ്റ്റ് ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതലായിട്ട് മാർക്ക് വരുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 4ലാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന്റെ ആവറേജ് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 4, പിന്നെ വരുന്നത് നമ്മളുടെ ബ്ലോക്ക് 2 ആണ്. അങ്ങനെയാണ് നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കുന്നത് ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ്. അതായത് നമുക്ക് റീസെന്റ് ടൈംസിൽ വന്ന ആ ഒരു ഏരിയാസിന്റെ ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഓഫ് ഷോർട്ട് ആൻസേഴ്സ്, ലോങ് ആൻസേഴ്സ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് നമുക്ക് അറിയാം. നമ്മളെ ഷോർട്ട് ആൻസേഴ്സ് ആൻഡ് ലോങ് ആൻസേഴ്സ് എപ്പോഴും നമ്മളെ എക്സാംസിൽ പാറ്റേണിൽ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് റീസെന്റ് ടൈംസിൽ നമ്മളുടെ ഒരു സെയിം ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ലോങ് ആയിട്ടുള്ള എസ്സേസ് വരുള്ളൂ, അല്ലെങ്കിൽ ഷോർട്ട് ആൻസേഴ്സ് വരില്ല. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. 6 മാർക്കിൻ്റെതായിട്ടും നമ്മൾ 10 മാർക്കിന്റെ ആയിട്ടും വരുന്നുണ്ട്. 3 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതുപോലെ തന്നെ 6 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസും. പിന്നെ അങ്ങനെ നമുക്കറിയാം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. പിന്നെ പാറ്റേൺസിന്റെ ഹൈലൈറ്റ് നോക്കി കഴിഞ്ഞ സമയത്ത് ലോങ് ഫോം ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ആൻസേഴ്സിന്റെ ഒരു ലാസ്റ്റ് സെഷൻ റൈസസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അത് നമ്മൾ ഷോർട്ട് ആൻസേഴ്സിനെ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ലോങ് ആൻസേഴ്സിന് കൂടുതലായിട്ടും ഒരു എംഫസിസ് കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് ആൻസേഴ്സിന്റെ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീസെന്റ് ടൈംസിൽ ഷോർട്ട് ആൻസേഴ്സിന്റെ ഒരു അതിന്റെ മേലുള്ള ഒരു ഡീപ്പർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് കാണുന്നത് കുറച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് എംഫസിസ് നോക്കുന്ന സമയത്ത് 4 ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലോക്കുകളാണ് 1 and 2. അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കുകളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. ബ്ലോക്ക് 1ൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിൽ ബ്ലോക്ക് 3 and 4 വരുന്ന സമയത്തോട്ടേക്ക് ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു സിഗ്നൽസ് ആണ് അവിടെ ഉണ്ടാവുക. ഇനി പ്രിപ്പറേഷൻ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 മണിക്കൂറാണ് എക്സാം ഉണ്ടാവുക, 50 മാർക്കിനാണ് ഉണ്ടാവുക. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 15 മിനിറ്റ് ഒന്നും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവില്ല. നമുക്ക് ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഗോ ത്രൂ ചെയ്യാം. ഗോ ത്രൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ആൻസേഴ്സ് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളത്, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഓരോ സെക്ഷനിലും നിങ്ങൾ ഏതാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും നിങ്ങൾ റെഫർ ചെയ്ത് കുറച്ചുകൂടെ പഠിക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ള ആൻസേഴ്സ് ആദ്യം കണ്ടുപിടിക്കാം. ഫസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിലും ഗോ ത്രൂ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഏതാണോ ക്വസ്റ്റ്യൻസ് എഴുതുന്നത് അത് ആദ്യമേ ചൂസ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിന് ശേഷം ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങാം. എല്ലാ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോഴും എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യാം. കൊടുത്ത മാർക്കിനനുസരിച്ചിട്ട് നിങ്ങൾ ആൻസേഴ്സ് എഴുതുന്നുണ്ടെന്നുള്ളത് നോക്കുക കേട്ടോ. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ബ്ലോക്സിന്റെയും അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് ടോപ്പിക്സ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്ക് ഫസ്റ്റ് ഒരു ടോപ്പ് 10 ആയിട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആണ്. 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് എത്തിക്കൽ ഇഷ്യൂസ് ഇൻ സോഷ്യൽ സൈക്കോളജി റിസർച്ച് ആണ്.
3 പ്രാവശ്യമാണ് ചോദിച്ചത്. മൂന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ആൻഡ് ഗ്രൂപ്പ് കൊഹിഷൻ, മെഷർമെന്റ് ഓഫ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്നുള്ളത് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നാലാമത്തത് മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗ്രൂപ്പ് ആണ്, അതും 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അഞ്ചാമത്തത് മാനിഫെസ്റ്റേഷൻ ഓഫ് പ്രെജുഡൈസ്, സ്ട്രാറ്റജീസ് ടു റെഡ്യൂസ് പ്രെജുഡൈസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആണ്, 2 പ്രാവശ്യമാണ് ചോദിച്ചത്. പിന്നെ ആറാമത്തത് ഫാക്ടേഴ്സ് ലീഡിംഗ് ടു ഫോർമേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ് ആണ്, 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ടൈപ്സ് ഓഫ് പ്രെജുഡൈസ് ആണ്, അതും 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ക്രൗഡ് ബിഹേവിയർ ആൻഡ് തിയറീസ് ആണ്. അതിൽ നമ്മളുടെ ആ ഒരു ലാസ്റ്റ് ബ്ലോക്കിൽ ചോദിച്ച ആ ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, അത് 2 പ്രാവശ്യം ചോദിച്ചായിട്ട് കണ്ടിട്ടുണ്ട്. ഒമ്പതാമത്തത് നമുക്ക് നേച്ചർ ആൻഡ് ഫോംസ് ഓഫ് സോഷ്യൽ കോൺഫ്ലിക്റ്റ് ആണ്, അതും 2 പ്രാവശ്യം ഉണ്ട്. പിന്നെ പത്താമത്തത് ഡിഫൈൻ കൺഫോമിറ്റി, ഫാക്ടേഴ്സ് ഇൻക്രീസിംഗ് കൺഫോമിറ്റി ആണ്, ഇതും 2 പ്രാവശ്യം ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. പിന്നത് നമുക്ക് നോക്കുന്നത് ഫ്രീക്വൻസി ടേബിൾ ആണ്. ഫ്രീക്വൻസി ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള നമ്മളുടെ ഒരു യൂണിറ്റിന്റെയും അപ്പിയറൻസിനെയും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അതായത് ഏറ്റവും കൂടുതൽ ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചതിനെ പറ്റിയിട്ട് നമ്മളൊരു റഫ് ഐഡിയ നമ്മളിപ്പോൾ തന്നിട്ടുണ്ടായിരുന്നു. അതിനെ ഒരു അപ്പിയറൻസ് ലെവലിലൊക്കെ വെച്ചിട്ട് പറയുന്നതാണ്. അതായത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആറ്റിറ്റ്യൂഡ് 7 പ്രാവശ്യം, എത്തിക്കൽ ഇഷ്യൂസ് ഇൻ സോഷ്യൽ സൈക്കോളജിക്കൽ റിസർച്ച് 3 പ്രാവശ്യം, ബ്ലോക്ക് 1 യൂണിറ്റ് 1 ടോപ്പിക് ആണ്. ഫീച്ചേഴ്സ് ഓഫ് ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ, ഗ്രൂപ്പ് കൊഹിഷൻ, മെഷർമെന്റ് ഓഫ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ബ്ലോക്ക് 3 യൂണിറ്റ് 2 ഒരു ടോപ്പിക് ആണ്, അത് 3 പ്രാവശ്യം ചോദിച്ചായിട്ട് കണ്ടിട്ടുണ്ട്. മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗ്രൂപ്പ് ബ്ലോക്ക് 3 യൂണിറ്റ് 2 ടോപ്പിക് ആണ്, 3 പ്രാവശ്യം ചോദിച്ചായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ മാനിഫെസ്റ്റേഷൻ ഓഫ് പ്രെജുഡൈസ് ആൻഡ് റെഡ്യൂസിങ് പ്രെജുഡൈസ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ള ഒരു ടോപ്പിക് ആണ്, അതും ബ്ലോക്ക് 2 യൂണിറ്റ് 2 ഒരു പാർട്ടാണ്, അതും 2 പ്രാവശ്യം ചോദിച്ചായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി അടുത്തത് ഫാക്ടേഴ്സ് ലീഡിംഗ് ടു ഫോർമേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ് ആണ്, ബ്ലോക്ക് 2 യൂണിറ്റ് 1 2 പ്രാവശ്യം ചോദിച്ചായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻഡ് ടൈപ്സ് ഓഫ് പ്രെജുഡൈസും, പിന്നെ അതുപോലെ ക്രൗഡ് ബിഹേവിയേഴ്സ് ആൻഡ് തിയറീസും 2 പ്രാവശ്യം ചോദിച്ചായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ നേച്ചേഴ്സ് ആൻഡ് ഫോംസ് ഓഫ് സോഷ്യൽ കോൺഫ്ലിക്റ്റ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ടോപ്പിക് ആണ്. പിന്നെ അതുപോലെ ഡിഫൈൻ കൺഫോമിറ്റി, ഫാക്ടേഴ്സ് ഇൻക്രീസിംഗ് കൺഫോമിറ്റി ഒക്കെ നമുക്ക് ഏകദേശം ഇതൊക്കെ സിമിലർ പ്രാവശ്യമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതായിട്ട് കാണുന്നത്. അപ്പൊ essay ക്വസ്റ്റ്യൻസിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നതായിട്ട് കാണുന്നത്. കാരണം ഇതിൽ അത്യാവശ്യം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. essay ക്വസ്റ്റ്യൻസിലായാലും 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലായാലും ഇത്തരം ഏരിയാസിൽ നിങ്ങൾക്ക് അത്യാവശ്യം എഴുതാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും, കണ്ടന്റ് ഉണ്ടാവുന്ന ഏരിയാസ് ആണ്. അപ്പൊ അത് നോക്കിയിട്ട് എഴുതും. ഇനി അടുത്തത് ഒരു വിഷ്വലൈസേഷൻ ചാർട്ട് ആണ്. നിങ്ങളുടെ ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട്, ഏതൊക്കെ ഏരിയാസ് എന്നാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ്, അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇപ്പൊ റിപ്പീറ്റഡ് കണ്ടന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഈ ഒരു പെർസെന്റേജിലാണ് ഉണ്ടാവുക. അതായത് റിപ്പീറ്റഡ് 25.9 എന്നുള്ളത് ഡിറ്റക്റ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു തന്ന സാമ്പിൾസ് തന്നെ പിന്നെയും ആയിട്ട് ചോയ്സ് ആയിട്ട് കാണുന്നുണ്ട്. ഇനി അടുത്തൊരു സ്ട്രാറ്റജിക് അഡ്വൈസ് നിങ്ങൾക്ക് തരാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വയ്ക്കുന്ന ഓരോ കണ്ടന്റ്സും കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിരിക്കുന്നത് നമ്മൾ PYQസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ടൈം മാനേജ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ എക്സാംസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ച ആ ഒരു ടോപ്പിക്സും കാര്യങ്ങളും നിങ്ങളെ കുറച്ചും കൂടെ നിങ്ങൾ തറോ ആക്കുന്നുണ്ടെന്നുള്ളത് നോക്കുക. 10 മാർക്കിനൊക്കെ ഉള്ള ഏരിയാസ്, നമ്മളിവിടെ പറഞ്ഞ ഏരിയാസ് ഒക്കെ നിങ്ങൾ അതിനുള്ള ഒരു നോട്ട്സുകളും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ എൻഷുർ ചെയ്യാം. പിന്നെ ഒരു 5 മിനിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്യാനും, എസ്സേസിന്റെ 10 മാർക്കിന്റെ എസ്സേസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ റൈറ്റിംഗ് സ്പീഡ് അനുസരിച്ചിട്ട് നിങ്ങൾ ആ ഒരു 2 മണിക്കൂറിൽ നിങ്ങൾ എത്ര വേഗം എഴുതാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ നോക്കുക. പിന്നെ വേരിയേഷൻ സ്പ്രിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രോംപ്റ്റ്ലി പിന്നെ ഒരു ഡെഫിനിഷൻസും അതുപോലെ തന്നെ ഒരു ന്യൂ പെർസ്പെക്റ്റീവിലും ഒരു അപ്ലിക്കേഷൻ ലെവലിൽ ലിമിറ്റേഷൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റണം. അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്തും എഴുതുന്ന അല്ലെങ്കിൽ നിങ്ങൾ നോട്ട്സ് ഒക്കെ ഇപ്പൊ എക്സാം ടൈമിലൊക്കെ നോട്ട്സ് ഉണ്ടാക്കുന്നൊക്കെ ഉള്ള ഒരു ടൈമിലാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് പ്രിപ്പറേഷൻസും കാര്യങ്ങളും കൊണ്ടുപോകുന്നുള്ളത് എൻഷുർ ചെയ്യും. ഇനി അടുത്തത് ടോപ്പിക് പ്രോബബിലിറ്റി പ്രഡിക്ഷൻസ് ആണ്. ഫസ്റ്റ് ബ്ലോക്കിലെ യൂണിറ്റ് 1 ആണ് മെത്തേഡ്സ്. അതിൽ നല്ല പ്രോബബിലിറ്റി നമുക്ക് ഉള്ള ഒരു ഏരിയ ആണ്, അതിൽ ഹൈ പ്രോബബിലിറ്റി ഏരിയ ആണ്. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 എത്തിക്സ് ആണ്, അതിൽ ലോ പ്രോബബിലിറ്റി ഏരിയ ആയിട്ട് നമുക്ക് കൊണ്ടുവരാം. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി എന്നുള്ളതൊക്കെ നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി റീസെന്റ് ട്രെൻഡ്സിൽ നമുക്ക് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 സോഷ്യൽ കോഗ്നിഷൻ ആൻഡ് ആട്രിബ്യൂഷൻ, അത് ഇപ്പോൾ റീസെന്റ് ടൈംസിൽ ഏറ്റവും കൂടുതൽ ഹൈ ആയിട്ട് ചോദിച്ച ഏരിയാസ് തന്നെയാണ്. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് 2 യൂണിറ്റ് 1 സോഷ്യൽ ഇൻഫ്ലുവൻസ് ആൻഡ് കൺഫോമിറ്റി കോംപ്ലിയൻസ് എന്നുള്ളത്, അത് ഹൈ പ്രോബിലിറ്റി ഏരിയ ആണ്.
ഓക്കെ, ഇനി നമുക്ക് പ്രോബബിലിറ്റി പ്രഡിക്ഷനിലോട്ടേക്ക് പോവാം. ഫസ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പ്രോബബിലിറ്റി മെട്രിക്സ് നമുക്ക് ഒന്ന് നോക്കാം. അതായത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 മെത്തേഡ്സ് വരുന്നുണ്ട്. മെത്തേഡ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി വരുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 മെത്തേഡ്സിലാണ്. പിന്നെ വരുന്നത് എത്തിക്സ് എന്നുള്ള ഒരു ടോപ്പിക് വരുന്നുണ്ട്. അത്യാവശ്യം ലോ റിലവൻസ് ആണ്, പക്ഷെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയ അല്ല. ഇൻട്രൊഡക്ഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് അഡ്വാൻസ് സോഷ്യൽ സൈക്കോളജി, അത് ലോ ആണ്. റീസെന്റ് ടൈംസിൽ ലോ ആയിട്ടുണ്ട്, പക്ഷെ അതിന് മുമ്പേ ഉള്ള ഇയേഴ്സിൽ അത് അത്യാവശ്യം കൂടുതലായിട്ട് ചോദിച്ചായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 വരുന്നത് സോഷ്യൽ കോഗ്നിഷൻ ആൻഡ് ആട്രിബ്യൂഷൻ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണത്. പിന്നെ വരുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 1 സോഷ്യൽ ഇൻഫ്ലുവൻസ് ആൻഡ് കൺഫോമിറ്റി, കോംപ്ലിയൻസ് ആൻഡ് ഒബീഡിയൻസ് എന്നുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 2 വരുന്ന പ്രോ സോഷ്യൽ ബിഹേവിയർ ആൻഡ് ആൾട്രിസം ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 1 ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്റ്റീരിയോ ടൈപ്സ് അത്യാവശ്യം മീഡിയം റിലവന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ ചോദിച്ചായിട്ട് കാണുന്നുണ്ട്. റീസെന്റ് ടൈംസിലാണ് കൂടുതലായിട്ട് ചോദിച്ചായിട്ട് വരുന്നത്. സോ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയ അല്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ബ്ലോക്ക് 3 യൂണിറ്റ് 2 വരുന്ന പ്രെജുഡൈസ്, ഡിസ്ക്രിമിനേഷൻ ആൻഡ് റിഡക്ഷൻ എന്നുള്ള ഏരിയാസ്. റീസെന്റ് ടൈംസിൽ ഭയങ്കര രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. 6 പ്രാവശ്യമാണ് റീസെന്റ് ടൈംസിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അപ്പിയർ ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് 4 യൂണിറ്റ് 1 വരുന്ന ഗ്രൂപ്പ് ആൻഡ് ഗ്രൂപ്പ് ഫോർമേഷൻസ്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് ക്രൗഡ് കോൺഫ്ലിക്റ്റുകളും റീസെന്റ് ടൈംസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ച ഏരിയാസ് ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 1 ആൻഡ് 2 വരുന്ന ഈ 2 ടോപ്പിക്സ്. സോ ഇത് നിങ്ങൾക്ക് 6 മാർക്കിനും ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ 10 മാർക്കിനും ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. സോ അതിനനുസരിച്ചിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാം. ആൻഡ് കാറ്റഗറി അല്ലെങ്കിൽ നമ്മളുടെ ഒരു ജസ്റ്റിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ച ഏരിയാസിന് ഒരു ഡിസ്ക്രിപ്ഷൻ എന്നുള്ള രീതിയിൽ കൊടുത്തതാണ്. ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ച ഏത് വർഷമാണ് ലാസ്റ്റ് ആയിട്ട് കണ്ടിരിക്കുന്നത്, നമ്മളുടെ ഈ ജൂൺ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തതും അതിൽ റിലവന്റ് ആയിട്ടുള്ള ഏരിയാസും ഒക്കെ നമുക്ക് ഇതിൽ നോക്കിയിട്ട് കാണാം. പിന്നെ ഗ്രൂപ്പ് ഡൈനാമിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് റീസെന്റ് ടൈംസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഏരിയാസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ ഒരു ലാസ്റ്റ് 7 പേപ്പേഴ്സിലൊക്കെ ചോദിച്ചതാണ് ഒരുപാട് ഏരിയാസ് ഒക്കെ ഉള്ളത്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പറേഷൻ ലെവൽ ആ ഒരു രീതിയിൽ കൊണ്ടുപോകാം. ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ നോക്കേണ്ട ഈ ഒരു ചാർട്ടാണ്. സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ കിട്ടും. അതായത് റീസെന്റ് ടൈംസിലുള്ള ട്രെൻഡ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഒരു ഡിസ്ക്രിപ്ഷനും കൊടുത്തത്. അപ്പൊ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് പോവാം. പിന്നെ നമുക്കൊരു പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ മസ്റ്റ് മാൻഡേറ്ററി ആയിട്ട് പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സുകൾ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. അതായത് സോഷ്യൽ കോഗ്നിഷൻ ആൻഡ് ആട്രിബ്യൂഷൻ, അതുപോലെ സോഷ്യൽ ഇൻഫ്ലുവൻസ്, കൺഫോമിറ്റി, കോംപ്ലിയൻസ്, ഒബീഡിയൻസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയാസ്, പ്രോ സോഷ്യൽ ബിഹേവിയർ ആൻഡ് ആൾട്രിസം, പ്രെജുഡൈസ്, ഡിസ്ക്രിമിനേഷൻ, റിഡക്ഷൻ, ഗ്രൂപ്പ് ആൻഡ് ഗ്രൂപ്പ് ഫോർമേഷൻ, ഗ്രൂപ്പ് ഡൈനാമിക്സ്, ക്രൗഡ് കോൺഫ്ലിക്റ്റ്, അതുപോലെ തന്നെ ഗ്രൂപ്പിൽ വരുന്ന കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലോക്ക് 4 പഠിച്ച ഏരിയാസ് ആണ്. അപ്പൊ അതൊക്കെ ഹൈ പ്രയോറിറ്റി ഏരിയ ആണ്. അപ്പൊ അത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ 10 മാർക്കിന് അനുസരിച്ചിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ, 6 മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് കംപ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഏരിയാസ് പഠിക്കുമ്പോൾ നോക്കുക. അതായത് നിങ്ങൾ ഒരു 2 ടൈംഡ് എസ്സേസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അതായത് ഒരു 7 മിനിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പൊ വീട്ടിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഇതിനൊരു എസ്സേ എന്നുള്ള രീതിയിലോട്ടേക്കുള്ള ഒരു ഡെഫിനിഷൻസും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുന്നുണ്ടോ, സബ് ഹെഡിങ്സ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, അത് പാരഗ്രാഫ് തിരിച്ചെഴുതുന്ന സമയത്ത് ഇതിന്റെ സബ് പോയിന്റ്സുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ പ്രിപ്പറേഷൻസും കാര്യങ്ങളും കൊണ്ടുപോയാൽ ബെറ്റർ ആയിരിക്കും. അടുത്ത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം പ്രയോറിറ്റി ഏരിയാസ് ആണ്. മെത്തേഡ്സ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സ്റ്റീരിയോ ടൈപ്സ് വരുന്ന ഏരിയാസ്, അതിൽ സ്ട്രാറ്റജി, സ്പേസ്ഡ് റിപ്പീറ്റേഷൻസ്, ഫ്ലാഷ് കാർഡ്സ്, അങ്ങനെയുള്ള കുറെ ഏരിയാസ്, ടെക് ബാക്ക്, അതുപോലെ മിനി ലെസൺസും കാര്യങ്ങളും ഒക്കെ വരുന്ന ഏരിയാസ് ആണ്. അതായത് ലെസ് പ്രയോറിറ്റി അല്ലെങ്കിൽ മീഡിയം പ്രയോറിറ്റി എന്നുള്ള ഏരിയയിലേക്ക് നമുക്ക് ഈ ഒരു ഏരിയാസ് കൊടുക്കാം. അതായത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഹൈ റിലവൻസ് റീസെന്റ് ടൈംസിൽ വന്നിരിക്കുന്ന ഏരിയാസ് ആണ്. പക്ഷെ എന്നാലും അധികം മോസ്റ്റ്ലി നമുക്ക് ഒരു റെക്കറൻസി, ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ലോ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈ ഏരിയാസിന് ബേസ് ചെയ്ത് വെക്കുന്ന സമയത്ത്. ഇവിടെ മെത്തേഡ്സ്, ആറ്റിറ്റ്യൂഡ്സ്, സ്റ്റീരിയോ ടൈപ്സ് ഒക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് മീഡിയം പ്രയോറിറ്റി ബേസിൽ നമുക്ക് പറയാൻ പറ്റുക. പിന്നെ ലോ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ എത്തിക്സ്, ഇൻട്രോ ആൻഡ് സ്കോപ്പ് ആണ്. ഇതില് നമുക്ക് എത്തിക്സ്, ഇൻട്രൊഡക്ഷൻ, സ്കോപ്പ്, പിന്നെ അതുപോലെ തന്നെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് റീസെന്റ് ടൈംസിൽ ട്രെൻഡ് കുറച്ചുകൂടെ കുറഞ്ഞതോ അല്ലെങ്കിൽ ഡൈവേർട്ടഡ് ടു നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈ റേഞ്ച് ഏരിയാസിൽ പോയ പോലെ നമുക്ക് തോന്നുന്നുണ്ടാവും. അതായത് കുറച്ചും കൂടെ ആ ഏരിയാസ് ആണ് ഫോക്കസ് ചെയ്ത് പോയിരിക്കുന്നത്. ഹാഫ് പേജ് സമ്മറീസ് അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ബുള്ളറ്റ് പോയിന്റ്സ് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ഇനി നമ്മളൊരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 മണിക്കൂറുള്ള എക്സാം ആണ്. 50 മാർക്കാണ് മാക്സിമം ഉണ്ടാവുക. നമുക്കൊരു ഡിസംബർ 2025 നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ എവിടം വരെ എത്തി എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് നിങ്ങൾക്ക് ഒന്ന് നോക്കാം. ഫസ്റ്റത് സെക്ഷൻ എ ആണ്. അതായത് 450 വേർഡ്സിലുള്ള എനി 2 ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്. 10 മാർക്കിനുള്ള
ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് നമുക്ക് കൊടുത്തിരിക്കുന്നത് സോഷ്യൽ കോഗ്നിഷൻ ആട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് സോഷ്യൽ ഇൻഫ്ലുവൻസ്, നമ്മുടെ കൺഫോമിറ്റി, കോംപ്ലിയൻസ്, ഒബീഡിയൻസ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ ഉള്ളതാണ് അടുത്തൊരു എസ്സേ ക്വസ്റ്റ്യൻസ്. മൂന്നാമത്തെ ഒരു 10 മാർക്കിന് ചോദിച്ചത് പ്രെജുഡിയസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ള ഏരിയാസ് തന്നെയാണ്. നാലാമത്തത് ഗ്രൂപ്പ് പ്രോസസ്, ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ഏരിയാസ് നിങ്ങൾ പഠിക്കുമ്പോൾ 10 മാർക്കിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അതിനുള്ള നോട്ട്സുകളും കാര്യങ്ങളും ഉണ്ടാക്കുക. 10 മാർക്കിനോ 6 മാർക്കിനോ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഏരിയാസ് തന്നെ ആയിരിക്കും ഇത്. ഇനി സെക്ഷൻ ബിയിലോട്ടേക്ക് വരുന്ന സമയത്ത് എനി 4 ആണ്, 250 വേർഡ്സ് ആണ്. അപ്പോൾ എനി 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 6 ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ എനി 4 ആണ് നമുക്ക് ഇതിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ളത്. ഒന്നാമത്തത് ആറ്റിറ്റ്യൂഡ്സ് എന്നുള്ള നമ്മൾ ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻസ്, ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാവുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നത് പ്രോ സോഷ്യൽ ബിഹേവിയറിനെ പറ്റുന്നതാണ്. നമ്മൾ ആൽട്രൂയിസം, എംപത്തി, അതുപോലെ കോസ്റ്റ് റിവാർഡ് പെർസ്പെക്റ്റീവ്സിനൊക്കെ വെച്ചിട്ട് ബൈസ്റ്റാൻഡർ എഫക്റ്റിനൊക്കെ വെച്ചിട്ട് നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇതും 6 മാർക്കിനുള്ള കണ്ടന്റ് നമുക്ക് പഠിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആട്രിബ്യൂഷൻ ഇൻ അപ്ലൈഡ് സെറ്റിംഗ്സ് ഒക്കെയാണ്. അത് ആട്രിബ്യൂഷൻ സ്റ്റൈൽസും പിന്നെ അതുപോലെ തന്നെ കറക്റ്റീവ് ടെക്നിക് സ്യൂട്ടബിൾ നമ്മളൊരു കൗൺസിലിങ്ങിലൊക്കെ നമ്മൾ ക്ലാസ് റൂമിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് പോവാം. പിന്നെ വരുന്നത് ക്രൗഡ് ആൻഡ് കളക്റ്റീവ് ബിഹേവിയേഴ്സ് ആണ്. അതായത് ക്രൗഡ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സിൽ നമ്മൾ ലാസ്റ്റത്തെ ഒരു ബ്ലോക്കിൽ പഠിച്ച ഏരിയാസ് ആണ്. സോഷ്യൽ ഐഡന്റിറ്റി, അതുപോലെ തന്നെ ഡി ഇൻഡിവിജ്വലൈസേഷൻസിന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ ഗ്രൂപ്പ് ഡൈനാമിക്സിന്റെ കഴിഞ്ഞിട്ട് മാനേജിങ് മാസ് ഗാദറിങ്സ്, അതിലൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണുള്ളത്. പിന്നെ റിസർച്ച് മെത്തേഡ്സ് ആണ്. നമ്മൾ എക്സ്പെരിമെന്റലും ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻസ് ഒക്കെ സോഷ്യൽ സൈക്കോളജിയിലുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ ബ്ലോക്കിൽ പഠിച്ച ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇന്റേണൽ വാലിഡിറ്റി, അതുപോലെ തന്നെ പേർപ്പസ് ഓഫ് സേഫ് ഗാർഡ്സും കാര്യങ്ങളൊക്കെ, കോമൺ ത്രെഡ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഇനി സെക്ഷൻ സിയിലോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്. അതായത് 3 മാർക്കിനായിരിക്കും ഉണ്ടാവുക. 2 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും. അതിൽ നോർമേറ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ട്. അതായത് ഇതിന്റെ രണ്ടിന്റെയും ക്രിട്ടിക്കൽ ഡെഫിനിഷൻസ് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഭയങ്കര കൺസൈസ് ആയിട്ട് ആൻസർ എഴുതി പോകുന്നുണ്ടെന്ന് നോക്കുക. പിന്നെ അതുപോലെ നമുക്ക് പഠിച്ച ഒരു കാര്യമാണ് എംപതി, ആൾട്രൂയിസം, ഹൈപ്പോത്തിസിസ്. അപ്പൊ എന്താണ് ആ ഹൈപ്പോത്തിസിന്റെ സ്റ്റേറ്റ്മെന്റ്, കീ പ്രഡിക്ഷൻസ്, അതുപോലെ തന്നെ അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു കൺസൈസ് ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻസ്, എറേഴ്സും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആസ് എക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളുടെ ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് വരുന്ന സർട്ടൻ ഏരിയാസ് ആണ്. അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. പിന്നെ കൂടുതലായിട്ടും പറഞ്ഞ ആ ഒരു ഇംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്യാം. നന്നായിട്ട് എക്സാംസിന് ആ ഒരു നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഈ പറഞ്ഞ ഏരിയാസ് എന്തായാലും എൻഷുർ ചെയ്തിട്ട് പഠിക്കുന്നുണ്ടെന്ന് നോക്കാം. സോ ദാറ്റ് നമുക്ക് ആ ഒരു റീസെന്റ് ട്രെൻഡ്സ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ മാർക്ക് സെക്യൂർ ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതാം. ആൻഡ് ഇതിന് ശേഷം സെക്കൻഡ് ഇയറിലോട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് വരിക കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.